ഞാനിവിടെ പറയാൻ വന്നത് അതിനെ തുടർന്നുണ്ടായ വലിയ ഒരു അപവാദ പ്രചരണത്തെ കുറിച്ചാണ്. ശ്രീമതി വീണ ജോർജിൻ്റെ തോളിലുണ്ടായിരുന്ന വാനിറ്റി ബാഗ്. ഈ വാനിറ്റി ബാഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ പൊങ്ങച്ച സഞ്ചി എന്നാണ് മലയാളം. ആ ബാഗ് എംപേറിയോ അർമാനി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഇറ്റാലിയൻ കമ്പനി ഇറക്കിയ ബ്രാൻഡാണ്. ഇതിന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വില 50,000 രൂപയിൽ കൂടുതലാണ് എന്നൊക്കെയാണ് ഈ എന്താ പറയുക രന്ധ്രാന്വേഷികളായിട്ടുള്ള ചില ഓൺലൈൻ മാധ്യമക്കാർ അടിച്ചുവിടും. സംഗതി ശരിയാണ്. എംപേറിയോ അർമാനി എന്ന് പറഞ്ഞാൽ വലിയ പ്രസിദ്ധമായ ബ്രാൻഡാണ്. നമ്മുടെ മാത്യു കുഴൽനാടനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആ വിഭാഗത്തിൽപ്പെട്ടൊരു സാധനമാണ്. പാർട്ടി സഖാക്കൾ സാധനം ഉപയോഗിക്കാറില്ല. കടകംപള്ളി സുരേന്ദ്രൻ അല്ലെങ്കിൽ എം വി ഗോവിന്ദനും അതുമല്ലെങ്കിൽ നമ്മുടെ എ കെ ബാലനൊന്നും ഈ സാധനം കേട്ടിട്ടുണ്ടാവില്ല. അവരുടെ വീട്ടിലെ സ്ത്രീകളും കേട്ടുകാണില്ല. ഡോക്ടർ ജമീല DMO അല്ല DHS ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണെങ്കിലും ഇത്ര വിലപിടിപ്പുള്ള ബ്രാൻഡൊന്നും ഉപയോഗിച്ച് കാണാൻ സാധ്യതയില്ല. പക്ഷേ അതുപോലൊരാളല്ലല്ലോ വീണ ജോർജ്. അവരങ്ങനെ എത്തപ്പയിൽ ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് നേതാവായ ആളല്ല. അവരുടെ പിതാവ് പത്തനംതിട്ട ബാറിൽ നല്ല വരുമാനമുള്ള ഒരു അഭിഭാഷകനായിരുന്നു. അവരുടെ അമ്മ കേരള കോൺഗ്രസ്സുകാരി, മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയിരുന്നു. പിന്നെ ആഗമാന സുറിയാനി സഭയുടെ ഭാഗമായിരുന്ന മലങ്കര സഭയുടെ ഒരു അംഗമാണ് വീണ ജോർജ്. അവരുടെ ഭർത്താവ് സഭയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതും നല്ല വരുമാനമുള്ള ഒരു പദവിയാണ്. അതുമായി ബന്ധപ്പെട്ടൊക്കെ പല കഥകളും കോട്ടയത്ത് പടർന്നു പിടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.